എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആഴ്സണലിനെ കുറിച്ചിട്ടാണ്. ആഴ്സണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ആ ഒരു മനസ്സിലേക്ക് വരുന്ന ചിഹ്നം എന്ന് പറയുന്നത് ഒരു കുപ്പിൻ്റെ ചിഹ്നമായിരിക്കും പല ആൾക്കാർക്കും. അപ്പം അത് ഈ ഒരു സീസണിലെങ്കിലും മാറുമോ എന്നുള്ളതാവും പല ആളുടെയും ഡൗട്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ആഴ്സണലിൻ്റെ കയ്യിൽ നിന്ന് പ്രീമിയർ ലീഗ് പോകുന്നില്ല ഒരിതാണ്. ഈവൻ സിറ്റി അത്ര നല്ല ഫോമിലല്ല കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഉദാഹരണത്തിന് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70 പോയിൻറ്റ്സ് ഉണ്ട് ആഴ്സണലിന് നിലവിൽ. ഈ ഒരു സിറ്റി കാണുന്നുണ്ടെങ്കിൽ 64 പോയിൻറ്റ്സ് ആണ്. പക്ഷേ ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. അടുത്ത കളി ആഴ്സണൽ വേഴ്സസ് മാൻ സിറ്റിയാണ് മത്സരം. ആ ഒരു മത്സരം സിറ്റി ജയിച്ചിങ്ങാണ്ട് ബാക്കി സിറ്റിൻ്റെ കൈവശമല്ല ബാക്കി മത്സരമൊക്കെ, അതായത് 38 മാച്ച് ഡേയ്സ് ആണ് ഉണ്ടാകുക. അതിൽ ഏകദേശം 31 ഈ ഒരു സിറ്റി ജയിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആഴ്സണലിനോട് ജയിച്ച് ബാക്കിയുള്ള കളി കൂടി ജയിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രീമിയർ ലീഗ് അടിക്കാൻ വീണ്ടും പെപ്പിൻ്റെ സിറ്റിക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതല്ല, ഈ ഒരു ആഴ്സണലിൻ്റെ വീക്ക് പോയിൻറ്റ്സ് ആണ്. എന്തുകൊണ്ടാണ് ആഴ്സണൽ ഈ ഒരു ഇത്രയും മികച്ച ഒരു സ്ക്വാഡും ഇത്രയും മികച്ചൊരു ടീമും ഇത്രയും മികച്ചൊരു മാനേജറൊക്കെ ഉണ്ടായിട്ട് കൂടി ഒരു കപ്പിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ കഴിഞ്ഞ സീസണിലും ഈ സീസണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സീസണിലൊക്കെ ഓൾറെഡി ആ ഒരു FA കപ്പൊന്നും മറ്റേ കർബാ കപ്പും ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ടീമാണ് ഈ ഒരു ആഴ്സണൽ എന്ന് പറയുന്നത്. ഇനി കൈവശമുള്ളത് പ്രീമിയർ ലീഗും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗുമാണ്. 2-3 ദിവസം മുൻപ് ഈ ഒരു ഇതിൽ വെച്ചുകൊണ്ട് ആഴ്സണലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ സീസണിലും ഈ ഒരു ചാമ്പ്യൻസ് ലീഗോ അല്ലെങ്കിൽ പ്രീമിയർ ലീഗോ നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മൈക്കൽ ആർട്ടേറ്റ സാക്ക് ആകും എന്നുള്ളതാണ്. അത് എന്തായാലും ഡിസേർവിങ് വണ്ണാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു ആഴ്സണലിന് ഒരു കപ്പ് ഫൈനലിൽ എത്തിയിട്ട് ആ ഒരു ഫൈനൽ വിജയിക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ പ്രീമിയർ ലീഗിൽ ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ആ ഒരു പ്രഷർ മാനേജ് ചെയ്യാൻ ആഴ്സണലിന് സാധിക്കാത്തത് എന്നുള്ളതാണ്. അപ്പം അതിൽ നമ്മൾ 2 ഘട്ടങ്ങളായി തിരിച്ചു വെക്കാം. ഒന്ന് ടാക്ടിക്സ് ആണ്, രണ്ടാമത്തത് എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു ആഴ്സണലിൻ്റെ സ്ക്വാഡ് എന്ന് പറയുന്നത് ഒരു യൂത്ത് സ്ക്വാഡാണ്. ഇപ്പോൾ ഈ ഒരു സ്ക്വാഡിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ നൊഗാർഡാണ്. ആ ഒരു പ്രായം എന്ന് പറയുന്നത് 32 വയസ്സ് മാത്രമാണ്. പിന്നെ അധികം കാര്യങ്ങളൊന്നും വിൻ ചെയ്യാത്തൊരു പ്ലെയറാണ്. എക്സ്പീരിയൻസ് എന്നുള്ളൊരു സംഭവം ഇല്ല. ഈ ഒരു സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം ഫുള്ള് യൂത്താണ്. അധികം കൈ അവേർഡ്സൊക്കെ ഫൈനലിൽ UCL ഫൈനലിൽ സ്കോർ ചെയ്തെന്ന് പറയുമ്പോഴും അത്ര ഇമ്പാക്റ്റ് ഉള്ള പ്ലെയർ അല്ല. ഇപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ റയൽ മാഡ്രിഡ്, ഇപ്പം ഞാൻ റയൽ ഫാനാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയുന്നത്. റയൽ മാഡ്രിഡ് 2022 UCL ഫൈനലിലേക്ക് എങ്ങനെ പ്രവേശിച്ചു? ലക്കാണ് ഫാക്ടർ എന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ഒരു കംബാക്കൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് 1-2 കംബാക്ക് അല്ല, ആ ഒരു ഇതിൽ നമ്മൾ കണ്ടത് ഫുൾ സെനാരിയോ കംബാക്കാണ്. അതായത് PSG-ക്കെതിരെ ഒരു കംബാക്ക്, അതിനുശേഷം ചെൽസിക്കെതിരെ ഒരു കംബാക്ക്, അതിനുശേഷം ഈ ഒരു മാൻ സിറ്റിക്കെതിരെയുള്ള ഒരു കംബാക്ക്, അതും നല്ലൊരു ലാസ്റ്റ് മിനിറ്റ് കംബാക്കൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഈ ഒരു പെർഫോമൻസും കഴിഞ്ഞ് ഈ ഒരു ഫൈനലിലെത്തിയപ്പോൾ അവിടെയും ഡോമിനേറ്റ് ചെയ്തു. ആ ഒരു ഫസ്റ്റ് ഹാഫ് തന്നെ ഒരു വല കുലിക്കാൻ കഴിഞ്ഞു. പക്ഷെ അവിടെ വാർ ഓഫ് സൈഡ് ഒഴിക്കുക അങ്ങനെ എന്താണ് ചെയ്തത്. ബെൻസെമയ്ക്ക് ഒരു സ്കോറിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ഒരു അന്നത്തെ ലിവർപൂൾ എന്നൊക്കെ പറയുമ്പോൾ, ഞാനിപ്പോൾ കൂടുതലായിട്ട് കയറി പോകുകയല്ല, അന്നത്തെ ലിവർപൂൾ എന്നൊക്കെ പറയുമ്പം അത്രയും ചാൻസൊക്കെ ഏകദേശം 70% ചാൻസൊക്കെ പ്രോബബിലിറ്റി ലിവർപൂളിൽ കളിപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അത് തോറ്റു. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് മാറ്ററാണ്. കാരണം അവിടെ ആ ഒരു സ്ക്വാഡിലുള്ളതൊക്കെ ഏകദേശം 3-4 ചാമ്പ്യൻസ് ലീഗ് ഓൾറെഡി വിൻ ചെയ്ത് ആ ഒരു ഫൈനൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ പ്ലേയേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സിനെ കുറച്ച് എന്തായാലും ആഴ്സണൽ സമ്മർ സൈനിങ്സിലൊക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ളൊരു ക്ലബ്ബാണ്. അവിടെ കുറച്ച് യൂത്തിനെ കൊണ്ടുവരുമ്പം നല്ല, ഇപ്പോൾ റയൽ അങ്ങനത്തെ ഒരു സൈനിങ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻ്റോണിയോ റൂഡിഗർ, ഡേവിഡ് ആലബ, ഇവരൊക്കെ റയൽ ഫ്രീ സൈനിങ് ആയിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ റൂഡിഗറൊക്കെ ഒരു ഫ്രീ സൈനിങ്ങിനുള്ള മുതലാണോ ആ 2024 ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ കാഴ്ചവെച്ചത്? അങ്ങനെ ഓൾറെഡി കഴിവ് തെളിയിച്ച പ്ലേയേഴ്സിനെ ഈ ഒരു സ്ക്വാഡിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അങ്ങനത്തെ അവർക്കും ചാൻസസ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി ഇതിലിപ്പോൾ ഓൾറെഡി അങ്ങനത്തെ ഒരു സൈനിങ്സ് ഒക്കെ ആഴ്സണൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം ജോർജിനോ അങ്ങനത്തെ ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷേ ജോർജിനോ ഒരു സീസണോട് കൂടി ആഴ്സണൽ ലെഫ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഇമ്പാക്റ്റ്, അത്യാവശ്യം നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നല്ലൊരു സൈനിങ് തന്നെയായിരുന്നു വേണമെങ്കിൽ പറയാം. നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു മുമ്പിൽ. ഇനി നമ്മൾ അടുത്തൊരു പ്രോബ്ലം എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ ഒരു ടീമിൻ്റെ ഏക പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ഒരു പ്രോബ്ലം മാറ്റിയാലേ ഞാൻ ആദ്യം പറഞ്ഞ സംഭവമെങ്കിലും വർക്ക് ആവുള്ളൂ. കാരണം
ഇവിടെ ആഴ്സണലിനെതിരെ വരുമ്പോൾ ആഴ്സണലിന്റെ മെയിൻ ടാക്ടിക്സ് എന്ന് പറയുന്നത് സെറ്റ് പീസ് ആണ്. ഇപ്പം ഞാൻ റയൽ മാഡ്രിഡ് ഫാനാണ്. ഈ ഒരു റയലിനെ കഴിഞ്ഞ സീസണിൽ ആഴ്സണലിൽ പൂത്തിയതും ഈ ഒരു സെറ്റ് പീസ് എന്നാണ്. ഇപ്പൊ റയലിനെ പോലത്തെ ക്ലബ്ബുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ആ ഒരു ടാക്ടിക്സ് കൊണ്ട് എടുക്കാൻ കഴിയും. കാരണം റയൽ മാഡ്രിഡിന്റെ സെറ്റ് പീസ് ഡിഫെൻഡിങ് ഒക്കെ വളരെ മോശമാണെന്നുള്ളത് എനിക്കറിയാം. അങ്ങനത്തെ ഒരുവിധം ക്ലബ്ബുകളൊക്കെ ഈ ഒരു ആഴ്സണലിൽ ഈ ഒരു ടാക്ടിക്സ് വെച്ചുകൊണ്ട് തന്നെ സെറ്റാക്കാൻ കഴിയും. പക്ഷേ ഈ ഒരു സെറ്റ് പീസൊക്കെ മര്യാദക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്ന കുറെ ക്ലബ്ബുകൾ വേറെയുണ്ട്. അപ്പോൾ അത്തരം ക്ലബ്ബുകൾക്കെതിരെ വരുമ്പോൾ ആഴ്സണൽ പക്ക ലോക്കാകുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും. കാരണം ആഴ്സണലിന് ഈ ഒരു പ്ലാൻ എ കഴിഞ്ഞിട്ട് പ്ലാൻ ബി എന്ന് പറയാൻ പ്രത്യേകിച്ചൊരു പ്ലാനും ഇല്ല. അപ്പോൾ ഇത് വർക്കായിട്ടില്ലെങ്കിൽ അവിടെ ആകെ സ്ട്രഗിളിങ് ആകും, ആകെ മൂഞ്ചിപ്പോയൊരവസ്ഥയാവും. കാരണം അങ്ങനത്തെ ഒരു സംഭവമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു സെറ്റ് പീസ് എന്നുള്ള ആ ഒരു ടാക്ടിക്സ് ഇതിന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. അതൊരു പ്ലാൻ ബി മാത്രമായിരിക്കണം. അതിന് മുൻപ് നല്ലൊരു പൊസിഷൻ ബേസ്ഡോ അല്ലെങ്കിൽ കൗണ്ടറോ അല്ലെ അങ്ങനത്തെ ഒരു പ്ലാൻ ബി എങ്കിലും കൊണ്ടുവരാൻ നോക്കണം, ഇങ്ങനെ ആയിട്ടില്ലെങ്കിലും. അപ്പോൾ അത്തരത്തിലൊരു ഇതാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞത് എന്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഞാൻ അങ്ങനെ ആഴ്സണലിന്റെ മാച്ചസ് ഒന്നും റെഗുലർ ആയിട്ട് കാണുന്ന ഒരാളല്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഒരു 10, 20, 40 മിനിറ്റ് ഒക്കെ ഞാൻ കാണലുണ്ട്. അല്ലെങ്കിൽ ഫുൾ മാച്ചസ് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചൊക്കെ കാണലുണ്ട്. എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞത്. കുറെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കേൾക്കുന്നുണ്ടാവും, അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയനിൽ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ആ ഒരു സ്ക്വാഡിൽ കണ്ടത് എന്നുള്ളത് ഒന്ന് എടുത്ത് പറയാം. അപ്പോൾ എന്തായാലും ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ഞാനിപ്പോഴും ഒരു ചാൻസ് ആഴ്സണൽ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇതും കൊണ്ട് കണ്ട് ചാമ്പ്യൻസ് ലീഗിൽ പോകുമ്പോൾ ചിലപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് തന്നെ മൂഞ്ചാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുക. ഓക്കെ.